ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ പാർട്ട് 2 അല്ലെ ക്ലാസ് 2 ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. തുടക്കത്തിലുള്ള കുറച്ച് ടൈപ്സ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഗ്രേഡുകൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രോസസ്സാണ് അറിയേണ്ടത്. ആ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അങ്ങനെയുള്ള RCC അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രോസസ്സസ് ഇൻ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. മെയിനായിട്ടും 5 പ്രോസസ്സാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ബാച്ചിങ്, അടുത്തത് മിക്സിങ്, പ്ലേസിങ്, കോമ്പാക്റ്റിംഗ്, ദെൻ ക്യൂവറിങ്. ബാച്ചിങ്, മിക്സിങ്, പ്ലേസിങ്, കോമ്പാക്റ്റിംഗ് ആൻഡ് ക്യൂവറിങ്. അപ്പോൾ ഈ ഒരു 5 പ്രോസസ്സ് അതെന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ചില കാര്യങ്ങളിലൊക്കെ ഓരോരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അത് ഫോളോ ചെയ്യേണ്ടി വരും. സോ ബാച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, കോൺക്രീറ്റ് ഉണ്ടാക്കാൻ സിമെൻറ്റ് വേണം, സാൻഡ് വേണം, അഗ്രിഗേറ്റ് വേണം, വാട്ടർ വേണം അല്ലേ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. ബാച്ചായിട്ട് എടുക്കുക. അതായത് ബാച്ചിങ് എന്ന് വെച്ചാൽ ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്തെടുക്കുക. അതാണ് ബാച്ചിങ്. ഈസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ദ കറക്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് സിമെൻറ്റ്, അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ ഫോർ മിക്സിംഗ് ആൻഡ് മേക്കിംഗ് ദ കോൺക്രീറ്റ്. അപ്പോൾ ഇത് പ്രൊപ്പോർഷൻസ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ഹാവ് ടു ബി കറക്റ്റ് ടു ഗെറ്റ് ദ കോൺക്രീറ്റ് ഓഫ് ഡിസൈഡ് സ്ട്രെങ്ത്. പല ആപ്ലിക്കേഷൻസിന് പല സ്ട്രെങ്ത് കൂടിയ ചില പില്ലേഴ്സ്, അതുപോലുള്ള വലിയ ഹ്യൂജ് അതൊക്കെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി വരുമ്പോൾ എന്താണ്, സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സൊക്കെ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി വെരി സ്ട്രോങ്. സോ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റേഷ്യോസൊക്കെ കീപ്പ് ചെയ്യണം. ആൻഡ് ഈ ഒരു ഡിസൈഡ് സ്ട്രെങ്ത്തും വർക്കബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഈ കറക്റ്റ് പ്രൊപ്പോർഷൻ എടുക്കണം. ഈ ബാച്ചിങ് ചെയ്യാനുള്ള 2 പ്രോസസ്സ്, ആ പേരുകൾ ഓർത്ത് വയ്ക്കുക. ഒന്ന് നമുക്ക് വെയിറ്റ് വെച്ചിട്ട് ചെയ്യാം. വെയിറ്റ് വെച്ചിട്ടെന്ന് വെച്ചാൽ ഇത്ര കിലോ ആ ഒരു കണക്കിൽ, അതിനാണ് വെയിറ്റ് ബാച്ചിങ് എന്ന് പറഞ്ഞത്. അടുത്തത് വോളിയം വെച്ചിട്ട് പറയും. ഓക്കെ, വോളിയം വെച്ചിട്ട് പറയാം. അപ്പോൾ വോളിയം ബാച്ചിങ് ആണെങ്കിൽ എന്താണെന്ന് പറയാം. വോളിയം ബാച്ചിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡൺ യൂസിങ് എ സ്റ്റീൽ ഓർ വുഡൻ ബോക്സ് ഓഫ് ഫിക്സഡ് വോളിയം. ഇപ്പോൾ നമ്മൾ ഈ മണലും സിമെൻറ്റും ഒക്കെ ചട്ടി അല്ലേ, ആ ഒരു അതിൽ വർക്ക് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, സ്റ്റീലിൻ്റെ ആ ഒരു ചട്ടി, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാറ്, അല്ലെങ്കിൽ വുഡൻ ബോക്സ്. ഓക്കെ, അപ്പോൾ അതിൽ കൃത്യം അളന്നിട്ടാണ് പറയാറ്. 2 ചട്ടി സിമെൻറ്റ് ആണെങ്കിൽ 4 ചട്ടി മണൽ, അങ്ങനെ ആ ഒരു കണക്കിൽ. ഓക്കെ, so normally a box of volume in multiples of 35 liters is used to measure the ingredient. വോളിയം ടൈപ്പ് ആണെങ്കിൽ 35 ലിറ്റേഴ്സ് കൊള്ളുന്ന ഒരു ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് 1 ബാഗ് ഓഫ് സിമെൻറ്റ് 35 ലിറ്റേഴ്സ് ഉണ്ട്. ഇത് വലിയ ബാച്ചിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. എ ബോക്സ് ഓഫ് ഡയമെൻഷൻ 27x27x48 സെൻറ്റിമീറ്റർ മേക്സ് 35 ലിറ്റേഴ്സ് ഓഫ് വോളിയം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് 1:2:4 മിക്സ് ഫോർ 1 ബാഗ് ഓഫ് സിമെൻറ്റ്, എന്താണ് 2 ബോക്സസ് ഓഫ് സാൻഡും 4 ബോക്സസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും വേണം. ഓക്കെ, 1:2:4 ആണെങ്കിൽ 1 എന്താണ് സിമെൻറ്റ്, 2 ബോക്സസ് ഓഫ് സാൻഡ്, 4 ബോക്സസ് ഓഫ് അഗ്രിഗേറ്റ് വേണം. അപ്പോൾ വോളിയം ബാച്ചിങ് എന്ന് വെച്ചാൽ വോളിയൂമിൻ്റെ ബേസിസിലാണ്, അതായത് ആ ഒരു ബോക്സിനകത്ത് നിറച്ച് എടുക്കുന്നു, അങ്ങനെയാണ്. ഇനി വെയിറ്റ് ബാച്ചിങ് ആണെങ്കിലോ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്ത് ചെയ്യും, വെയ് ചെയ്യും, തൂക്കി നോക്കിയിട്ടാണ് ചേർക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു വെയ് ദ സിമെൻറ്റ് ആൻഡ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ്ലി in all the important work because the weight of the cement in a batch is very small compared to the weight of the aggregate. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെയ് ചെയ്ത് കഴിഞ്ഞാൽ, തൂക്കി നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ല. അതുകൊണ്ട് വെയിറ്റ് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ വെയ് ചെയ്യുക. So there is also the possibility of variation of the quantity of cement and water in the mix due to bulking of sand. Then modern concrete plants are very sophisticated automatic batching machines ഉണ്ട് കോൺക്രീറ്റ് പ്ലാന്റ്സിനൊക്കെ. അപ്പോൾ വോളിയം ബാച്ചിങ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ബാച്ചിങ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രോസസ്സ് ഈസ് മിക്സിങ്. മിക്സിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡ് തന്നെ കിട്ടി.
എന്താണ്? ടു കോട്ട് ദ സർഫസ് ഓഫ് ദ അഗ്രിഗേറ്റ് പാർട്ടിക്കിൾ വിത്ത് സിമെൻറ്റ് പേസ്റ്റ് ആൻഡ് ടു ബ്ലെൻഡ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ കോൺക്രീറ്റ് ടു എ യൂണിഫോം മാസ്. ആ ഒരു സിമെൻറ്റും അഗ്രിഗേറ്റും വാട്ടറും എല്ലാം കൂടി ചേർത്ത് എന്ത് ചെയ്യണം? ബ്ലെൻഡ് ചെയ്യണം. ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ഷുഡ് ബി മിക്സ്ഡ് thoroughly so that there is uniform distribution of material in the mass of concrete. യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യണം. Thorough mixing also ensure that the cement water paste കംപ്ലീറ്റ്ലി കവർ ദ സർഫസ് ഓഫ് അഗ്രിഗേറ്റ്. ഇപ്പോൾ എല്ലാത്തിലും സിമെൻറ്റ് ശരിക്കും കവേർഡ് ആയിരിക്കണം, അതിനുള്ള ഇനഫ് എമൗണ്ട് വേണം. ആൻഡ് മിക്സിങ് ക്യാൻ ബി ഡൺ ബൈ ഹാൻഡ് ഓർ ബൈ മെഷീൻ. ഹാൻഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ മിക്സറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ മിക്സിങ് ബൈ ഹാൻഡ് ആണെങ്കിൽ ഒരു ഇറ്റ് ഈസ് ഡൺ ഓൺ എ ക്ലീൻ ഹാർഡ് ആൻഡ് വാട്ടർ ടൈറ്റ് പ്ലാറ്റ്ഫോം ജനറലി മെയ്ഡ് ഓഫ് വുഡ്, ബട്ട് ഓൾസോ ബി ഓഫ് ബ്രിക്ക് ഓർ സ്റ്റീൽ ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. സിമെൻറ്റ് കൂട്ടുന്ന സർഫസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിമെൻറ്റ് ആൻഡ് സാൻഡ് ആർ ഫസ്റ്റ് മിക്സ്ഡ് ഡ്രൈ അല്ലേ? സിമെൻറ്റും സാൻഡും ആദ്യം എന്ത് ചെയ്യും? ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യും, വെള്ളം ഒഴിക്കാതെ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹീപ്പ്, ആ ഒരു കൂനയിൽ നമ്മളൊരു കുഴി പോലെ ഒഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴയ്ക്കുവാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് എന്തും ഈ ഗ്രേവൽ ഇടുവാണ് ചെയ്യുന്നത് അല്ലേ, സാധാരണ രീതിയിൽ. So the cement and sand are first mixed dry with the help of shovels until the mixture attains a uniform color. Then aggregates are added to the mixture again till the ingredients are uniformly spread. എന്നിട്ട് ക്ലീൻ വാട്ടർ, നമ്മൾ പറഞ്ഞിരുന്നു ക്ലീൻ വാട്ടർ വേണം, ക്ലീൻ വാട്ടർ അതിലേക്ക് സ്പ്രെഡ് ചെയ്യും. ദെൻ that should be used within 20 minutes of adding water. ഇവിടെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, ഡിസോർഡറായി പോയിട്ടുണ്ട്. ഓക്കെ, വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ അത് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഈ മിക്സിങ് ബൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കിനൊക്കെയാണ് യൂസ് ചെയ്യാം. പക്ഷേ വലിയ വലിയ വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെഷീൻ മിക്സിങ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മെക്കാനിക്കൽ മിക്സർ ഉപയോഗിക്കേണ്ടി വരും. 2 ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് മിക്സർ ഉണ്ട്. ഒന്ന് കണ്ടിന്യൂസ് മിക്സറാണ്, രണ്ടാമത്തേത് ബാച്ച് മിക്സറാണ്. ഒന്ന് കണ്ടിന്യൂസ് മിക്സറും രണ്ടാമത്തേത് ബാച്ച് മിക്സറുമാണ്. കണ്ടിന്യൂസ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുന്നു, മറ്റേത് ബാച്ചായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ കണ്ടിന്യൂസ് മിക്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാസീവ് കൺസ്ട്രക്ഷൻ സച്ച് ആസ് ഡാംസ്, ബ്രിഡ്ജസ്, അതൊക്കെ ഉണ്ടാക്കാൻ നേരത്താണ് കണ്ടിന്യൂസ് മിക്സർ. ദേ ഇൻവോൾവ് ദ യൂസ് ഓഫ് ലാർജ് മാസ് ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ ബാച്ച് മിക്സർ അല്ലെങ്കിൽ ഡ്രം മിക്സർ എന്നതിന് പേര് പറയും. അതാണ് ഈ ഒരു ഡാമും ബ്രിഡ്ജും ഒക്കെ പണിയാൻ നേരത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സെറ്റ് ചെയ്ത് പോകരുത്, അത്രയും പോർഷൻസ് അത് കോൺക്രീറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ആ കോൺക്രീറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമല്ലോ, അതാണ്. It consists of a revolving drum with the blades inside. In the batch mixer, all the ingredients in the desired proportion are fed into the hopper. The drum is rotated at a certain speed and the material gets mixed. ഓക്കെ, ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ആണ് ഈ മെറ്റീരിയൽസൊക്കെ ഇടുന്നത്. അത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അത് കറങ്ങും, അതിൻ്റെ ഉള്ളിൽ ബ്ലേഡുകളുണ്ട്. And there are 4 types of batch mixers. Tilting drum mixer, ടിൽറ്റിംഗ് ഡ്രം, നോൺ ടിൽറ്റിംഗ് ഡ്രം. അപ്പോൾ അത് ഒരു ടിൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചെരിക്കുക എന്ന്. അതായത് ഈ ഡ്രം എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം, അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മിക്സ് ചെയ്തതിന് ശേഷം അത് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് അത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും? അത് ഒന്ന് ടിൽറ്റ് ചെയ്യും, ഒന്ന് ചെരിക്കും. നോൺ ടിൽറ്റിംഗ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടലാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ച്യൂട്ടിട്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ റിവേഴ്സ് ചെയ്തിട്ട് ആ ഹൊറിസോണ്ടലായിട്ട് തന്നെ ഇരിക്കുന്നത്, അപ്പോൾ അത് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. ഒരു പൈപ്പ് പോലെ ഇട്ടിട്ട് ആ ഒരു രീതിയിലാണ് വലിക്കുന്നത്. ഓക്കെ, ദെൻ പാൻ ടൈപ്പ് മിക്സർ. പാൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാൻ ഉണ്ട്, ആൻഡ് ദാറ്റ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ് ആക്സിസ് when free fall of concrete is absent. This type of mixer is effective with a stiff and cohesive mixer and often used for precast concrete and for mixing small quantities of concrete. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് യൂസ് ചെയ്യും? പാൻ ടൈപ്പ് യൂസ് ചെയ്യും. അപ്പോൾ ടിൽറ്റിംഗ് ഡ്രം മിക്സോ, നോൺ ടിൽറ്റിംഗ് ഡ്രം മിക്സോ. അടുത്ത ഒരു പാൻ ടൈപ്പ് ഉണ്ട്, ഒരു സർക്കുലർ പാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതിലേക്ക് കോൺക്രീറ്റ് വന്ന് മിക്സ് എന്താ പറയുക, ആ ഒരു മെറ്റീരിയൽസൊക്കെ വന്ന് ഫോളോ ചെയ്യും, എന്നിട്ടത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഡ്യുവൽ ഡ്രം മിക്സറാണ്. 2 ഡ്രംസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദ കോൺക്രീറ്റ് ബീയിങ് മിക്സ്ഡ്
part of the time in one and then transfer to the other for the റിമൈനിങ് ആൻഡ് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ 2 ഡ്രമ്മുണ്ട്. ഒരു ഡ്രം ആദ്യം മിക്സ് ചെയ്യും കുറച്ച് നേരം, അത് കഴിഞ്ഞ് അടുത്ത ഡ്രം മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്തോടെ അതെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ആൻഡ് ദെൻ റെഡി മിക്സ് കോൺക്രീറ്റ് ഉണ്ട്. റെഡി മിക്സ് കോൺക്രീറ്റ്, if the concrete is delivered to the site for placing placing instead of being from a central plant in batched and mixed on site is known as, ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ, അതായത് ഒരു സെൻട്രൽ പ്ലാന്റിൽ നിന്ന് അത് കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ബാച്ചിങ് ആൻഡ് മിക്സിങ് ഓൺ ദ സൈറ്റ്, ആ സൈറ്റിൽ വെച്ച് തന്നെ ബാച്ചിങ്ങും മിക്സിങ്ങും നടത്താതെ വേറൊരു സ്ഥലത്ത് ഒരു സെൻട്രൽ പ്ലാന്റിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് പല പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് റെഡി മിക്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ഈസ് പോസിബിൾ. അതായത് ആ സെൻട്രൽ പ്ലാന്റിലായിരിക്കും ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യുന്നത്. സോ ആ ഒരു സൂപ്പർവിഷൻ പോസിബിൾ ആണ്. വെരി വെരി യൂസ്ഫുൾ വെയർ ദർ ഈസ് ലിറ്റിൽ സ്പേസ് ഫോർ മിക്സിങ്, പ്ലാൻ ആൻഡ് അഗ്രിഗേറ്റ് സ്റ്റോക്ക് പിറ്റ്, സെഗ്രിഗേഷൻ പ്രിവെൻഷൻ, അതുപോലെ വർക്കബിലിറ്റി ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് അജിറ്റേറ്റഡ് ട്രക്ക്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു തിയറി പാർട്ടുകളാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഐ മീൻ ഇതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് പറഞ്ഞതന്നേ ഉള്ളൂ, അതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അടുത്ത പമ്പ്ഡ് കോൺക്രീറ്റ്, പമ്പ് ചെയ്യുക എന്ന് പറയുമല്ലോ. അതായത് ഇപ്പം കുറേ കോൺക്രീറ്റ് ഒരു സ്ഥലത്ത് മിക്സ് ചെയ്യുവാണ്, ആൻഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ബൈ മീൻസ് ഓഫ് പമ്പിങ് ത്രൂ ദ പൈപ്പ് ലൈൻസ് ഓവർ ക്വൈറ്റ് കൺസിഡറബിൾ ഡിസ്റ്റൻസ് നോട്ട് ഈസിലി ആക്സസബിൾ ബൈ അതർ മീൻസ്. അപ്പം അങ്ങനെ നമുക്ക് അല്ലാതെ എത്തിപ്പെടാൻ പറ്റില്ല, ഈ കോൺക്രീറ്റ് മിക്സർ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ പൈപ്പ് യൂസ് ചെയ്ത്, പമ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കോൺക്രീറ്റിനെ പമ്പ് ചെയ്ത് അവിടെ എത്തിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു, മിക്സിംഗ് ഒക്കെ പറഞ്ഞു. അടുത്തതാണ് പ്ലേസിങ്. അപ്പോൾ ഈ ഒരു പ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അറിയാം, കോൺക്രീറ്റ് മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള മോൾഡ് ഉണ്ടാക്കും, അത് പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ, അത് നല്ല സ്റ്റീലാണോ എന്നൊക്കെ നോക്കും, കമ്പികൾ, ഈ ഒരു കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പികളൊക്കെ. ആൻഡ് ഈ ഒരു ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സർഫസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ക്ലീൻ ആൻഡ് ലൈറ്റ് ആൻഡ് അഡിക്വേറ്റ്ലി സപ്പോർട്ടഡ്. ഡെബ്രീസ്, വുഡൻ പീസസ്, ഡസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. where the concrete will be laid, and the concrete should be placed and compacted before its setting starts. So the ഫോം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഇത് ഫോം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു മോൾഡ് അവിടെ ഓയിൽ ചെയ്യണം ബിഫോർ കോൺക്രീറ്റിംഗ് in order to avoid the sticking of the concrete, and the concrete should be laid continuously. കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ ഇട്ടാലാണ് എല്ലാ പാർട്ടിലും ഒരേ സ്ട്രെങ്ത് കിട്ടുള്ളൂ. ആൻഡ് കോൺക്രീറ്റ് ഷുഡ് ബി ലെയ്ഡ് ഇൻ 150 to 250 mm തിക്ക് ലെയർ. ഈച്ച് ലെയർ ഷുഡ് ബി കോമ്പാക്റ്റഡ് പ്രോപ്പർലി. കോമ്പാക്റ്റ് നമ്മളിപ്പോൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ലേ ചെയ്യുന്ന കാര്യമാണ് പറയുന്നുള്ളൂ, അതായത് പ്ലേസിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പായിട്ടുള്ളൂ. 150 to 250 mm തിക്ക് ലെയർ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡ്രോൺ ഫ്രം എ ഹൈറ്റ് മോർ ദാൻ 1 meter. 1 മീറ്ററിൽ കൂടിയ ഒരു ഹൈറ്റിൽ നിന്ന് അത് ഇടാൻ പാടില്ല, അത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇടാൻ പാടില്ല. കെയർ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് സെഗ്രിഗേഷൻ ഓഫ് കോൺക്രീറ്റ്. ഒരു സ്ഥലത്തേക്ക് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ അടിഞ്ഞുകൂടി നിൽക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതൊന്നും പാടില്ല. എല്ലായിടത്തും യൂണിഫോമായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്പ്ലേസ് ദ ഫ്രെയിം വർക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു മോൾഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനെ ഡിസ്പ്ലേസ് ചെയ്താതെ ആ ഒരു പൊസിഷനിൽ നിർത്തണം. ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് സ്റ്റീൽ ആൻഡ് ഫോം വർക്ക് ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് വൈൽ പ്ലേസിംഗ് ദ കോൺക്രീറ്റ്. അവോയ്ഡ് കോൺക്രീറ്റിംഗ് ഡ്യൂറിങ് റെയിൻ. Concreting should be started at the far end of the work, and each batch of concrete should be placed against the previously placed concrete. Avoid walking on a freshly laid concrete. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പാക്ഷൻ ആണ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, അതിൽ വോയിഡുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു ബബിൾസൊക്കെ എയർ ബബിൾസൊക്കെ വന്നിട്ട് ചിലപ്പോൾ അതിൽ ചെറിയ ചെറിയ വോയിഡ്സ് ഉണ്ടാവാം. അത് സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ദ വോയിഡാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്.
ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പാക്ഷൻ ബിറ്റ്വീൻ അഗ്രിഗേറ്റ്, അതുപോലെ അഗ്രിഗേറ്റും റീഇൻഫോഴ്സ്മെൻറ്റും ഇടയിലുള്ള വോയിഡ്, അഗ്രിഗേറ്റിനും ഫോം വർക്കിനും ഇടയിലുള്ള വോയിഡ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു പ്രോസസ്സൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റൊക്കെ ലേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഇതിന് കുത്തി 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 ആ ഒരു എല്ലാം എന്താ പറയുക, എല്ലാം ആ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരാത്ത വിധം ഫില്ല് ചെയ്തിട്ട് നിന്ന് ഉറപ്പ് വരുത്തും. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഹാൻഡ് കോമ്പാക്ഷനാണ്. ഒരു എന്താ പറയുക, സൂറ്റബിൾ ടൂൾസൊക്കെ യൂസ് ചെയ്ത് കുത്തുകയും ഇളക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വർക്കിനൊക്കെയാണ് നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുള്ളൂ. ബെറ്റർ ടു യൂസ് ദ മെഷീൻ കോമ്പാക്ഷൻ. ഇപ്പോൾ മാസ് കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിലും വൈബ്രേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. ആൻഡ് കോമൺ ടൈപ്പ് ഓഫ് വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർ ഇമ്മേർഷൻ വൈബ്രേറ്റർ, സർഫസ് വൈബ്രേറ്റർ, ഫോം വൈബ്രേറ്റർ അല്ലെങ്കിൽ ഷട്ടർ വൈബ്രേറ്റർ, വൈബ്രേറ്റിംഗ് ടേബിൾ ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഈ മെഷീൻ കോമ്പാക്ഷൻ ഹാൻഡ് കോമ്പാക്ഷനേക്കാളും നല്ലതാണ്. കാരണം കുറച്ചും കൂടി നല്ല ഡെൻസ് ആൻഡ് വാട്ടർ ടൈറ്റ് ആവും നമ്മുടെ സിമെൻറ്റ്. ആ ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആ ഒരു സ്ട്രോങ് ആയിരിക്കും. ആൻഡ് വൈബ്രേറ്റഡ് കോൺക്രീറ്റ് ഫ്ലോസ് ടു എവറി പാർട്ട് ഓഫ് ദ ഫോം വർക്ക്. ദ കോമ്പാക്ഷൻ ടൈം റിഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് കാര്യം കഴിയും, ഈ കോമ്പാക്ഷൻ കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്ലേസ് കോൺക്രീറ്റ് ഇൻ സ്മോൾ ഓപ്പണിംഗ് ആൻഡ് ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അതൊക്കെ സംഭവിക്കാൻ, ഈ ഷ്രിങ്കേജൊക്കെ ചുരുങ്ങുന്നതൊക്കെ സംഭവിക്കാൻ കാരണം ഈ ഒരു പലയിടത്ത് വോയിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. ക്രീപ്പ് അതുപോലെ ക്രാക്സ് ഒക്കെ വരാനൊക്കെ മെയിൻ കാരണം വോയിഡുകളാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ കോമ്പാക്ഷൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ക്യൂറിങ്, അഞ്ചാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. ക്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺക്രീറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ വെള്ളം കെട്ടി നിർത്തി അതിനെ കുറച്ച് ദിവസം അതിനെ ഒന്ന് മോയ്സ്ചേർഡായിട്ട് നിർത്തും അല്ലേ. ഒന്നെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യും. ഇപ്പോൾ വോളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നനച്ചു കൊടുക്കും. അതുപോലെ ഇപ്പോൾ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെയാണ് നിലത്ത് നമ്മളതിനെ ലേ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ചെറിയ ബണ്ട് പോലെ ഉണ്ടാക്കിയിട്ട്, ഒരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വാട്ടർ ഫില്ല് ചെയ്യും. അപ്പോൾ പല രീതിയിലാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു എൻഷുർ ദ കംപ്ലീറ്റ് ഹൈഡ്രേഷൻ ഓഫ് ദ സിമെൻറ്റ് ആൻഡ് ടു ഒബ്റ്റെയിൻ പ്രോപ്പർലി ഹാർഡൻഡ് കോൺക്രീറ്റ്. അപ്പോൾ ഇതിന് സമയമെടുക്കും കോൺക്രീറ്റ് നല്ല ഹാർഡൻ ചെയ്ത് അപ്രോപ്രിയേറ്റായിട്ട് ആ ഒരു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഹാർഡൻ ചെയ്ത് കിട്ടാൻ. സോ അതിന് വേണ്ടിയിട്ട് എന്തും വേണം, പ്രോപ്പർ ഹൈഡ്രേഷൻ ഈസ് റിക്വയർഡ്. ഇനി ആ പ്രോപ്പർ ഹൈഡ്രേഷൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പോൾ നമുക്ക് ഈ സെറ്റിംഗ് തുടങ്ങുമ്പോൾ ഒരു 90% ഓഫ് കോൺക്രീറ്റ് അത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് ഫസ്റ്റ് 28 ദിവസത്തിലാണ്. ഓക്കെ. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോൺക്രീറ്റ് സ്ട്രെങ്ത് ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. അതുകൊണ്ട് വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ വാട്ടർ ഓൾറെഡി ഉള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതെ നോക്കണം. And for a proper hydration of the cement particle in a freshly placed and compacted concrete, ഒരു ഹ്യൂമിഡിറ്റി എൻവയോൺമെൻറ്റ് വേണം. ആൻഡ് ദിസ് ഈസ് ഡൺ ബൈ ക്യൂറിങ്. അപ്പോൾ ക്യൂറിങ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ രീതിയിൽ അത് ചെയ്യാമെന്ന് നോക്കാം. ഒബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ വേണം ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റിന് വേണ്ടിയിട്ട്. പ്രൊട്ടക്ട് ഫ്രം സൺ ആൻഡ് വിൻഡ്. ഡ്യൂറബിലിറ്റി ആൻഡ് ഇംപെർമിയബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യും. ഇംപ്രൂവ് ദ വിയറിങ് ആൻഡ് വെതർ റെസിസ്റ്റിംഗ് ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യും ഈ ക്യൂറിങ് കൊണ്ട്. ഓക്കെ. ആൻഡ് മെത്തേഡ്സ് ഓഫ് ക്യൂറിങ് നോക്കൂ. വാട്ടർ ക്യൂറിങ്, സ്റ്റീം ക്യൂറിങ്, മെംബ്രെയിൻ ക്യൂറിങ്, മിസലേനിയസ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ക്യൂറിങ്ങിൽ തന്നെ വാട്ടർ ക്യൂറിങ് തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഒന്ന് വാട്ടർ ഇമ്മേർഷൻ മെത്തേഡാണ്. അതായത് ചെറിയ ചെറിയ കോൺക്രീറ്റ് മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ദാറ്റ് വിൽ ബി കെപ്റ്റ് ഇൻമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ എ സ്പെസിഫിക് പീരിയഡ്. പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് സ്ട്രക്ചറൽ ഐറ്റംസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഇനി വാട്ടർ മോയ്സ്റ്റ് കവറിങ് മെത്തേഡ്. ഇതിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നനഞ്ഞ ചാക്കുകളൊക്കെ, ജൂട്ട് മാറ്റിങ്, അതുപോലെ ഗണ്ണി ബാഗുകൾ ഒക്കെ എന്ത് ചെയ്യും, ഈ വെർട്ടിക്കൽ സർഫസ് തൂണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തൂണൊക്കെ നനച്ച് ചാക്ക് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ആ ചാക്ക് നനച്ചു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഫോർ കീപ്പിംഗ് ദ കോൺക്രീറ്റ് വെറ്റ്. ആൻഡ് ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെർട്ടിക്കൽ കോളം, പില്ലർ, വെർട്ടിക്കൽ കോളത്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അടുത്തത് വാട്ടർ പോണ്ടിങ് മെത്തേഡ്. അതായത് ഒരു സർഫസ് ഓഫ് ദ സ്ട്രക്ചർ ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സ്മോൾ റെക്ടാങ്കിൾ പോണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും, ചെളിയൊക്കെ കുഴച്ച് വെച്ചിട്ട്. ആൻഡ് ദെൻ ബൺസ് ഓഫ് ക്ലേ ആർ മെയ്ഡ് അലോങ് സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആൻഡ് ദ പോണ്ട്സ് ദിസ് പോണ്ട് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. Water may be filled in this pond twice or thrice a day depending on the climate condition. പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോയാൽ പിന്നെയും വാട്ടർ നിറച്ച് കൊടുക്കുക. അത് ഹൊറിസോണ്ടൽ സർഫസ്, അതായത് ഫ്ലോറ്, റൂഫ്, സ്ലാബ്, റോഡ്, എയർഫീൽഡ്, പേയ്മെൻറ്റ്, അതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. ഇനി വാട്ടർ സ്പ്രേയിങ് മെത്തേഡ്. ഇപ്പം നമ്മൾ വിത്തിച്ച് പറഞ്ഞു പോണ്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അടുത്ത വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. നമുക്കറിയാം വോളിലൊക്കെ എന്താ വെച്ചാൽ വാട്ടർ സ്പ്രേഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, ദാറ്റ് ഈസ് സ്പ്രേഡ് ഫ്രം ദ ടോപ്പ് പോർഷൻ ഓഫ് ദ മെമ്പർ. ഇനി അടുത്തത് ഇത്രയും വാട്ടർ ക്യൂറിങ് കഴിഞ്ഞു. ഇനി സ്റ്റീം ക്യൂറിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീം ക്യൂറിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് സ്ട്രക്ചർ നമ്മൾ ഒരു സ്റ്റീമിൽ കൊള്ളിക്കുകയാണ് ടു ആക്സിലറേറ്റ് ദ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് പാർട്ടിക്കിൾ. ഹയർ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും, പെട്ടെന്ന് ഹാർഡൻ ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും ഡ്യൂ ടു ഹയർ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫോർ പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് മെമ്പർ വിച്ച് ആർ സ്റ്റോർഡ് ഇൻ എ ചേംബർ അറ്റ് ഓർഡിനറി പ്രഷർ ഓർ ഹൈ പ്രഷർ. ഓർഡിനറി പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷർ, ആ ഒരു ഹൈ പ്രഷറിലുള്ള ഒരു ചേംബറിൽ സ്റ്റോർ ചെയ്തേക്കുവാണ്. എന്നിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പറയാം. ആൻഡ് ഈ സ്റ്റീം ഹീറ്റിംഗ് അത് ത്രൂ ഔട്ട് യൂണിഫോം ആയിട്ട് ചെയ്യണം. ആൻഡ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ബൈ കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഓൺ ദ സർഫസ്. ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു 75 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സ്റ്റീം ക്യൂറിങ്ങിന് എത്ര ടെമ്പറേച്ചറാണ് പാടുള്ളൂ? 75. ആൻഡ് at this temperature within 4 to 5 hours 70% ഓഫ് 28 days സ്ട്രെങ്ത് കിട്ടുന്നതാണ് ബൈ ഏതാണ്? സ്റ്റീം ക്യൂറിങ്. അടുത്തതാണ് മെംബ്രെയിൻ ക്യൂറിങ്. വെറ്റഡ് കോൺക്രീറ്റ് സർഫസ് ഈസ് കവേർഡ് ബൈ എ ലെയർ ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആദ്യം പറഞ്ഞ ചാക്കൊന്നുമല്ല, വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്യും. ആദ്യം വെറ്റ് ചെയ്തിട്ട് ദെൻ ദാറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കോൺക്രീറ്റ്. ഇത് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ഉള്ള സമയത്താണ് ഈ ഉള്ള വാട്ടർ ഇവാപറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്, ജല ദൗർലഭ്യമുള്ള സ്ഥലത്ത്. ആൻഡ് ദീസ് മെറ്റീരിയൽസ് ആർ ജനറലി നോൺ ആസ് ദ സീലിംഗ് കോമ്പൗണ്ട്. ബിറ്റുമിനസ് വാട്ടർ പ്രൂഫ് പേപ്പർ അല്ലെങ്കിൽ വാക്സ് എമൽഷൻ, ബിറ്റുമൻ എമൽഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിലിം, അതൊക്കെയാണ് സാധാരണ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മെംബ്രെയിൻ ക്യൂറിങ്ങിന്. ഈ ബിറ്റുമിൻ ക്യൂറിങ് മെംബ്രെയിൻ ആണെങ്കിൽ 24 hours, അതായത് ഗണ്ണി ബാക്സ് വെച്ച് ചെയ്തതിന് ശേഷം 24 hours വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യാം. ആൻഡ് മേക്ക് ദ ലൂസ് വാട്ടർ ടു ഡ്രൈ ഫ്രം ദ സർഫസ് ആൻഡ് ദെൻ ലിക്വിഡ് ആസ്ഫാൾട്ട് ഈസ് അപ്ലൈഡ് ഫോർ പ്രൊട്ടക്ഷൻ. അതായത് ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഇവാപറേറ്റ് പോകാതിരിക്കാനായിട്ട് ലിക്വിഡ് ആസ്ഫാൾട്ടും അപ്ലൈ ചെയ്യും. ഓക്കെ, ആൻഡ് ദ മോയ്സ്ചർ വിച്ച് ഈസ് പ്രിസർവ്ഡ് ഇൻ ദാറ്റ് കോൺക്രീറ്റ് വിൽ ബി സഫിഷ്യൻറ്റ് ഫോർ ക്യൂറിങ് പർപ്പസ്. അടുത്ത മിസലേനിയസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സം കെമിക്കൽസ്, വി ക്യാൻ ആഡ് സം കെമിക്കൽസ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആഡ് മിക്സ്ചർ. അപ്പോൾ സം കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ക്യാൻ അബ്സോർബ് ദ മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, അതും ഒരു മെത്തേഡാണ്. കാൽസ്യം ക്ലോറൈഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സർഫസ് കോട്ടിംഗ് ഓർ ആസ് ആൻ admixture. കാൽസ്യം ക്ലോറൈഡ് നമ്മൾ സർഫസ് കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യും. സോ ദാറ്റ് വിൽ കീപ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ഓൾസോ അബ്സോർബ് ദ മോയ്സ്ചർ. ഇറ്റ് ഓൾസോ റിട്ടൈൻ ദ മോയ്സ്ചർ ഇൻ കോൺക്രീറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ ക്യൂറിങ്. ഇനി നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ പഠിക്കാനുണ്ട്, വർക്കബിലിറ്റി പഠിക്കാനുണ്ട്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ W/C റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ആണ്. അപ്പോൾ ഇത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു സോ മച്ച്.